തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയിൽ സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് അടക്കം എല്ലാ വകുപ്പ് മേധാവികളുടെയും മൊഴിയെടുത്തിരുന്നു. വിവരങ്ങളുമായി ശ്രീനന്ദ SP ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, ഈ ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലുകൾ, ഏറ്റുപറച്ചിലുകളൊക്കെ വലിയ ചർച്ചയായതാണ്. ഇതിപ്പോൾ സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ കൈമാറും, സമർപ്പിക്കും എന്ന റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു സർക്കാർ നിയോഗിച്ച 4 അംഗ സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി ഈ ഒരു പ്രശ്ന പരിഹാരത്തിനായുള്ള എന്താണ് അതിനുള്ള റിപ്പോർട്ട് തേടാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. പ്രിൻസിപ്പൽ ഓഫീസിലായിരുന്നു ഇന്നലെ അവർ യോഗം ചേർന്നത്. 4 അംഗ ഡോക്ടർ പത്മകുമാർ ഉൾപ്പെടെ, കോട്ടയം മെഡിക്കൽ കോളേജ് മേധാവി പത്മകുമാർ ഉൾപ്പെടെയുള്ള 4 അംഗ സംഘമാണ് തിരുവനന്തപുരത്ത് ഇന്നലെ എത്തിച്ചേർന്നത്. ഇവർ ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് മെഡിക്കൽ കോളേജ് എത്തിച്ചേർന്നതും. തുടർന്ന് അവർ ആ ഒരു പ്രശ്നം എന്താണെന്ന് പഠിച്ചതിന് ശേഷം, യോഗം ചേർന്ന് പ്രശ്നം എന്താണെന്ന് പഠിക്കുകയും പിന്നീട് ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ മൊഴിയാണ് ആദ്യമായി ഇവർ രേഖപ്പെടുത്തുന്നത്. ആ മൊഴിയിൽ ഹാരിസ് ചിറക്കൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. താൻ എന്താണോ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്, സോഷ്യൽ മീഡിയയിലൂടെ താൻ എന്താണോ ഈ ഒരു മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രശ്നമെന്ന് അദ്ദേഹം പങ്കുവച്ചത്, ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഹാരിസിൻ്റെ മൊഴിയിൽ നിന്നും ഇന്നലെ ലഭിച്ചത്. ആ ഒരു മൊഴിയിൽ നിന്നും അദ്ദേഹം വിട്ടുമാറിയില്ല എന്നൊരു കാര്യമാണ് ഇന്നലെ ഡോക്ടർ പത്മകുമാർ നമ്മളോട് പങ്കുവച്ചിരുന്നത്. അതിനുശേഷം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടും അതുപോലെ തന്നെ പ്രിൻസിപ്പലിനോടും ഈ ഒരു അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി. എന്നാൽ അവർ തികച്ചും വ്യത്യസ്തമായി ഈ ഒരു ഹാരിസിൻ്റെ മൊഴിയെ തികച്ചും തള്ളുന്ന രീതിയിലുള്ളൊരു മൊഴിയാണ് അവർ രേഖപ്പെടുത്തിയത്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമേ നടന്നിട്ടില്ല, ഒരു എക്യുപ്മെൻസിനുള്ള ഒരു ക്ഷാമം തന്നെ ഈ ഒരു മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടില്ല. സർക്കാർ സംവിധാനത്തിൽ സാധാരണയായി സർക്കാർ എങ്ങനെയാണോ ഉള്ള കാലതാമസം, ഈ ഒരു സാധനങ്ങൾ ഇവിടെ എത്തിക്കാൻ, എക്യുപ്മെൻസ് ഇവിടെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള ഒരു കാലതാമസം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഉണ്ടാകുന്നു, ആ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമാണ് ഉണ്ടായത്. അതൊരു വലിയ ഭീകരമായ ഒരു അന്തരീക്ഷം ഒന്നും തന്നെ സൃഷ്ടിച്ചില്ല. അത് കാരണം ഒരു സർജറിയോ ഒന്നും തന്നെ മുടങ്ങിയിട്ടില്ല എന്നൊരു കാര്യമാണ്. തികച്ചും വ്യത്യസ്തമായൊരു മൊഴിയാണ് ഇന്നലെ സൂപ്രണ്ടൻറ്റും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും നൽകിയത്. അപ്പോൾ ഈ 2 മൊഴികൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച ശേഷമാകും ഈ ഒരു 4 അംഗ സംഘം റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് നമുക്ക് ഇന്നലെ അറിയാൻ സാധിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവരെന്തായാലും കഴിഞ്ഞ ദിവസം ഏതൊക്കെ ഉപകരണങ്ങളാണ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം വരെ വാങ്ങിയിട്ടുള്ളതെന്നുള്ളൊരു കണക്ക് കൂടി, ആ ഒരു കണക്ക് കൂടി ഇവർ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇന്നലെ ഇവിടെ നിന്നും മടങ്ങിയത്. എന്തായാലും ഉടൻ തന്നെ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ മണിക്കൂറിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ സർക്കാരും അവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു മൊഴികളിലെ വൈരുദ്ധ്യം എങ്ങനെയാണ് ഇവർ ശരിയായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നൊരു കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കുറവുണ്ട്. കാരണം ഒരു ഡോക്ടർ, യൂറോളജി വിഭാഗത്തിലെ സീനിയർ മേധാവിയായ ഒരു ഡോക്ടറാണ് ഹാരിസ് ചിറക്കൽ. അദ്ദേഹം ഇത്രയും വലിയൊരു ആരോപണം സർക്കാരിന് ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് സർക്കാർ ഈ ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുക എന്നൊരു കാര്യം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇന്നലെ പറയുകയുണ്ടായി, ചിലപ്പോൾ ഹാരിസിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള ഒരു അഭ്യൂഹങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇന്നലെ നടന്നിരുന്നില്ല. അദ്ദേഹം ഈ ഒരു പ്രശ്നം ഇത്രയും വഷളായതിനു ശേഷവും ആ ഒരു മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയിൽ സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ SP.